നിലക്ക് തലയെ കെട്ടും, താടിയൊക്കെ ഉണ്ട്, ചിലപ്പോ നീള കുപ്പായമുണ്ട്. അതേസമയത്ത് കിതാബട്ട് മനസ്സിലായിട്ടുമില്ല, മനസ്സിലായി എന്ന് തോന്നുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം ഇരുന്ന് ക്ലാസ് എടുക്കാനും അദ്ദേഹം പ്രസംഗിക്കാനും ഒക്കെ തുടങ്ങിയാൽ അദ്ദേഹത്തിന്റെ നാവിലൂടെ വരുന്ന വിവരക്കേടുകൾ മുഴുവനും ദീനിന് വലിയ അപകടം സൃഷ്ടിക്കും. അതുകൊണ്ട് പഠിക്കുന്ന സമയത്ത് മുതഅല്ലിമീങ്ങൾ വളരെ കൃത്യമായി കാര്യങ്ങൾ പഠിക്കുകയും പഠിച്ചത് പിന്നീട് വികസിപ്പിക്കുകയും ചെയ്യുന്നതിന്റെ പുറമെ നമുക്കൊരടിസ്ഥാനം നമ്മുടെ ഹൃദയത്തിലുണ്ടാകും. ആ അടിസ്ഥാനം എന്താണ്? നമ്മുടെ മുൻഗാമികൾ കാണിച്ചു തന്ന വഴി, മുമ്പുള്ള ആളുകൾ നമുക്ക് പരിചയപ്പെടുത്തി തന്ന വഴി, അവര് കാണിച്ചു തന്ന രൂപം, അവര് കാണിച്ചു തന്ന ശൈലി, അവര് കാണിച്ചു തന്ന രീതി, അതിൽ നിന്ന് അപ്പുറം പോകാൻ പാടില്ല. കാരണം അവർ വളരെയേറെ ആലോചിച്ച് ചിന്തിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ നമ്മൾക്കെല്ലാവർക്കും അറിയാം, മരിച്ചവരുടെ പേരിൽ അനുസ്മരണം നടത്തുന്നത് ഒരു പുണ്യകർമ്മമാണ്. ഖുർആൻ തന്നെ പിൽക്കാലത്ത് വരുന്ന നല്ലവരായ ജനങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. അവർ റബ്ബന ഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഈമാൻ കൊണ്ട് മുൻകടന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണവർ. ആ സമയത്ത് അവർക്ക് വേണ്ടിയും അവർ പ്രാർത്ഥിക്കുന്നു. കാരണം കഴിഞ്ഞുപോയ നല്ലവരായ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനക്ക് അല്ലാഹു ഉത്തരം നൽകും. അവരെ ബഹുമാനിച്ചുകൊണ്ട് ഉത്തരം നൽകും. അതിൽ നമ്മളെയും കൂട്ടി പറയുമ്പോ നമ്മൾക്കും കൂടി അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് കിട്ടാൻ കാരണമാണ്. അങ്ങനെ നമ്മളെപ്പോഴും മരിച്ചവരെ അനുസ്മരിക്കുന്നു, മരിച്ചവരുടെ മദ്ഹ് പറയുന്നു. പക്ഷേ നമ്മളെവിടെയും അവർ മരിച്ചതിന്റെ പേരിൽ ഒരു ദുഃഖാചരണം നടത്തുന്നില്ല. ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി റബീഉൽ അവ്വൽ 12-നാണ്. അതിന്റെ പേരിൽ ഒരു സ്ഥലത്തും മുസ്ലിമീങ്ങൾ ദുഃഖാചരണം നടത്തുന്നില്ല. കാരണം ദുഃഖമില്ലാഞ്ഞിട്ടാണോ? അല്ല, മറിച്ച് അത് പ്രകടിപ്പിക്കാൻ പാടില്ല എന്നതാണ്. അതേസമയം അതേ ദിവസത്തിലാണ് നബി സല്ലല്ലാഹു നിങ്ങൾ ജനിച്ചത്, അതിൽ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. വഫാത്തായതിനെ സംബന്ധിച്ച് ഒരു ദുഃഖാചരണവും നമ്മൾ നടത്തുന്നില്ല, അതൊരു അനുസ്മരണമാക്കുന്നില്ല. അനുസ്മരിച്ചുകൊണ്ടുള്ള ഒരു ആചരണം നടത്തുന്നില്ല, ദുഃഖാചരണം. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ യാസീനോദും ഫാത്തിഹോദും ദുആ ചെയ്യും, അങ്ങനത്തെ കാര്യമൊക്കെ ചെയ്യും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി പോയിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സുബഹി നിസ്കരിക്കുമ്പോൾ കൊല്ലപ്പെട്ടതാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ കൊല്ലപ്പെട്ടതാണ്. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ സുബഹി നിസ്കരിക്കാൻ ജമാഅത്തിന് വരുമ്പോൾ വെട്ടിക്കൊന്നുകളഞ്ഞതാണ് പുത്തൻവാദികൾ. അവരുടെ ഒന്നും പേരിൽ ഒരു ദുഃഖാചരണവും നമ്മളാരും നടത്താറില്ല. അവരൊക്കെ പേരിൽ ഫാത്തിഹ ഓതാറുണ്ട്, ഖുർആൻ ഓതാറുണ്ട്, അവരെ മഹത്വം വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, റളിയല്ലാഹു അൻഹു പറയാറുണ്ട്. ബദരീങ്ങളുടെ പേരിൽ നമ്മൾ നടത്തുന്ന ആണ്ടിന് എല്ലാവരും ഉൾപ്പെട്ടല്ലോ, അതുപോലെ കാര്യങ്ങൾ പലതും ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ വഫാത്തായ ദിനത്തെ അനുസ്മരിച്ചുകൊണ്ട് ആ സമയത്തൊരു ദുഃഖാചരണ പരിപാടി നമ്മളാരും നടത്താറില്ല. പക്ഷെ ഷിയാക്കൾ അങ്ങനെയല്ല. അവർ ഈ മഹാന്മാർക്കൊന്നും ദുഃഖാചരണം നടത്തൂല. അതേസമയത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു പോയി, ഷഹീദായി കർബലയിൽ. അവിടുന്ന് വലിയ മഹത്വമുള്ള മഹാനാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം വളരെ വലിയ മഹത്വമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തിലാണെന്ന് മുൻകൂട്ടി പറഞ്ഞ ഒരു വലിയ മഹത്വമുള്ള സഹാബിയാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു. നബി തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മകളുടെ മകനുമാണ്. ആ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടതിൽ മാത്രം ഷിയാക്കൾ ചില ദുഃഖാചരണ പ്രവർത്തനങ്ങൾ നടത്തുന്നു. അതിന് നമ്മുടെ മുൻഗാമികളായ ആലിമീങ്ങൾ പിന്തുണച്ചില്ല. ആലിമീങ്ങൾ അങ്ങനെ നടപ്പാക്കിയില്ല. കാരണം അവർക്കറിയാം എന്താണ് നടപ്പാക്കേണ്ടത്, എന്താണ് നടപ്പാക്കേണ്ടത്. അപ്പോൾ നമ്മൾ മുൻഗാമികളായ ആലിമീങ്ങൾ നമുക്ക് കാണിച്ചു തന്നതനുസരിച്ച്, അവര് പഠിപ്പിച്ചു തന്നതനുസരിച്ച് മാത്രമേ ഏത് കാര്യവും ചെയ്യാവൂ. അതിൽ മാറ്റം വരും. നമ്മളെ വകയിൽ അത് നല്ലതല്ലേ എന്ന് വിചാരിച്ച് ചെയ്യാൻ പാടില്ല. ഫത്ഹുൽ മുഈൻ നോക്കിയാൽ ഒരിക്കൽ നിസ്കരിച്ച നിസ്കാരം വീണ്ടും ജമാഅത്തായി ആവർത്തിച്ച് നിസ്കരിക്കുന്നത് സുന്നത്താണ് എന്ന് ഫത്ഹുൽ മുഈനിലുണ്ട്. എന്നാ പിന്നെ ഒരു മൊയ്ലാര് പള്ളിയിൽ ഇമാമത്തെ ഏറ്റെടുത്ത് ആദ്യത്തെ ദിവസം തന്നെ അല്ലെ പിറ്റേ ദിവസം
ഒരിക്കലും നിസ്കരിച്ച നിസ്കാരം ഒന്നും കൂടി ജമാഅത്തായി നിസ്കരിക്കൽ സുന്നത്തുണ്ട് എന്ന് ഫത്വൽ മുഈനിലുണ്ട്. അതുകൊണ്ട് നമ്മൾ സുന്നത്തെടുക്കുക നാളെ മുതൽക്ക്, അല്ലെ ഇന്ന് മുതൽ ളുഹ്ർ കരിച്ച് നമ്മളൊക്കെ ഒന്നും കൂടി നിസ്കരിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം ആ പള്ളിയിൽ നിസ്കാരം നടപ്പാക്കിയാൽ അവിടെ ആ നാട്ടിൽ കുഴപ്പമുണ്ടാകാൻ വേറൊന്നും വേണ്ടിയില്ല. ആ മൗലിയാർക്ക് കൂടുതൽ ദിവസം ആയുസ്സും ഉണ്ടാവില്ല. അപ്പൊ അവിടെ ഫത്വൽ മുഈൻ നോക്കിയിട്ട് അത് കണ്ടതുകൊണ്ട് അങ്ങനെ തന്നെ നടപ്പാക്കാനുള്ളതല്ല. അതേസമയത്ത് ഒരു നിസ്കാരം കഴിഞ്ഞ ഉടനെ ഒരാൾ വന്ന് ഒറ്റക്ക് നിസ്കരിക്കുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹം ജമാഅത്തായിട്ട് വേറെ നിസ്കാരം അവിടെ നടക്കുകയാണ്. അപ്പൊ ഒന്നും കൂടി പോയിട്ട് അതിൽ തുറന്ന് നിസ്കരിക്കുകയാണെങ്കിൽ അതിന് കുഴപ്പമൊന്നുമില്ല. അതൊരു ആചാരമാക്കി നടത്താൻ പറഞ്ഞിട്ടില്ല. ആ സുന്നത്ത് തന്നെയാണ്. പക്ഷെ അതൊരു ആചാരമാക്കി എല്ലാ പള്ളിയിലും 5 നേരവും 2 പ്രാവശ്യം നിസ്കാരം അങ്ങനെ ആചാരമാക്കിയിട്ട് നമ്മുടെ മുൻഗാമികൾ കാണിച്ചു തന്നിട്ടില്ല. നമ്മുടെ മുൻഗാമികൾ കാണിച്ചു തരാത്ത ഒന്നും നമ്മളെ പുതിയതായി നമ്മുടെ വകയിൽ ഉണ്ടാക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ ഉള്ളതൊന്നും ഇല്ലാതെയാക്കുകയും ചെയ്യാം. നല്ല അഗാധ പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാരായി മുതഅല്ലിമീങ്ങൾ ഉയരണം, വളരണം. അല്ലാഹു അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും, നമ്മുടെ എല്ലാ മുതഅല്ലിമീങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ.